നമസ്തേ. എച്ച്2എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ ആരംഭിച്ചേക്കാണ് കേട്ടോ. കുറച്ച് ലേറ്റായി, കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. കുറേ സമയം വേണം നമുക്ക് വീഡിയോ പ്രിപ്പയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ, നമുക്കറിയാലോ. പക്ഷെ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങൾക്കായിട്ട് വന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടാണ്. മീൻസ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ പാഠത്തു നിന്നും സോർട്ട് ഔട്ട് ചെയ്തിട്ട്, അപ്പോൾ ഓരോ പാഠങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. നോട്ട്സ് മാത്രം. നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾ നോട്ട്സ് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യാൻ കുറേ സമയം വേണമെന്നുള്ളതുകൊണ്ട് നമുക്കതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുത്ത് ഞാൻ ഈ പരീക്ഷയ്ക്ക് മുൻപ് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ പാഠം വീഡിയോ കണ്ടിട്ട് പാഠം മനസ്സിലാക്കിയിട്ട് വേണം നോട്ടിലേക്ക് വരാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. കാരണം പാഠം ഒന്നും അറിയാണ്ട് നോട്ട് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ചില ഭാഗങ്ങളൊന്നും ക്ലിയർ ആവില്ല. പാഠം ഒന്ന് കേട്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പാഠം എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് പാഠം ഒന്ന് കേട്ടിട്ട് വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, തവ വിരഹേ എന്ന് പറയുന്ന ഗീതാ ഗോവിന്ദത്തിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചോദിക്കാറുണ്ട്. ബ്രാക്കറ്റിലെ ആൻസേഴ്സ് തരും, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗീതാ ഗോവിന്ദസ്യ കർത്താ കഹ. എളുപ്പമാണ്. പാസേജ് നമുക്ക് ബ്രാക്കറ്റിൽ ആൻസേഴ്സ് ഉണ്ടാവും. ജയദേവഹ. അത് നോക്കിയിട്ട് തെറ്റാതെ എഴുതണം എന്ന് മാത്രം. ഗീതാ ഗോവിന്ദേ കതി സർഗാഹ സന്ധി. എത്ര സർഗങ്ങളാണ്? 12 സർഗാഹ സന്ധി. ജയദേവഹ കസ്മിൻ ദേശേ ജനിമലഭത. ജയദേവഹ വംഗദേശേ ജനിമലഭത. സാ ഭാരം മനുദേക്കിം. എന്താണ് ഭാരമായിട്ട് തോന്നുന്നത്? ഹാരം അല്ലേ? വളരെ വിരഹ ദുഃഖത്തിലിരിക്കുന്നത് കൊണ്ട് രാധയ്ക്ക് മാല പോലും ഭയങ്കര ഭാരമായിട്ടാണ് തോന്നുന്നത് എന്ന് പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലയജ പങ്കം വിഷമിവ പശ്യതി കാ. മലയജ പങ്കം, ചന്ദനത്തെ പോലും വിഷമായിട്ട് തോന്നുന്നത് ആർക്കാണ്? രാധ വിരഹ ദുഃഖത്തിലിരിക്കുന്നത് കൊണ്ട് മലയജ പങ്കം, ചന്ദനം പോലും വളരെയധികം എന്താ പറയുക, വിഷമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വിരഹ വിഹിത മരണാക്ക. ആരാണ് വിരഹം കൊണ്ട് മരിക്കാറായത്? രാധ. കാ ഗണേ ന അന്തർഭവന്തി. എന്താണ് ഗണത്തിൽപ്പെടാത്തത്? ശാരിക, കേശവ, കന്ദർപ്പ. ഒരു ചോദ്യം കണ്ടോ, അടുത്ത പാഠത്തിലെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഗണത്തിൽ അന്തർഭവിക്കാത്തത് ആരാണ്? ശാരികയാണ്. ശാരിക അടുത്ത പാഠത്തിൽ വരുന്നതാണ്. കേശവനും കന്ദർപ്പനും ഈ പാഠത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കിസലയ തൽപ്പം ഹുദാശന കൽപ്പം മനുദേ കസ്മാത് വിരഹാത്. കിസലയ തൽപ്പം എന്ന് പറഞ്ഞാൽ തളിരിലകൾ കൊണ്ടുണ്ടാക്കിയ കിടക്ക പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. ആർക്കാണ്? രാധയ്ക്കാണ്. കാരണം എന്താണ്? വിരഹം കൊണ്ടാണ് കേട്ടോ. രാധ കഥം ഹരിരിതി ജപതി. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് രാധ ഹരി എന്ന് ജപിക്കുന്നത്? സകാമം. വളരെ ആഗ്രഹത്തോടു കൂടിയാണ്. ഹരിയെ കാണാനുള്ള അത്യുത്കടമായ ആഗ്രഹം കൊണ്ടാണ് ഹരി എന്ന് ജപിക്കുന്നത്. സകാമം. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സകാമം സദാഹം ആലോലം എന്നാണ് കേട്ടോ. അപ്പൊ സകാമം വളരെ എന്താ പറയുക, കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ജപിക്കുന്നത്. ശാർദൂല വിക്രീഡിതം വിരജയൻ യമായതേ കഹ. ശാർദൂല വിക്രീഡിതം ചെയ്ത് യമനെ പോലെ ആചരിക്കുന്നത് ആരാണ്? കാമദേവ. കാമദേവനാണ്. ശരിക്കും സന്തോഷത്തെ പ്രദാനം ചെയ്യേണ്ട ആളാണ് കാമദേവൻ. പക്ഷെ ഇപ്പൊ രാധയ്ക്ക് വിരഹം കൊണ്ട് കാമദേവനെ യമന് തുല്യനായിട്ടാണ് തോന്നുന്നത് എന്നാണ് കേട്ടോ. പാഠം കേട്ടാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഈ പാഠഭാഗത്ത് നിന്ന് 10 ചോദ്യങ്ങളാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ 10 ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് പോവാ കേട്ടോ. ഇനി അടുത്തത് ായിട്ട് നമുക്ക് ഉദാഹരണം അനുസരിച്ച് പദച്ഛേദം ചെയ്യാനാണ് പറയുന്നത്. താപഹ അസ്മി, താപഹ അഭി, താപോബി. അവിടെ ഒരു പ്രശ്ലേഷ ചിഹ്നം കണ്ടു, ഒരു എസ് പോലെ ഒരു അവഗ്രഹ ചിഹ്നം. അങ്ങനെ ചിഹ്നം വരുന്ന സമയത്ത് 2 വാക്കാക്കി പിരിക്കുമ്പോൾ ആദ്യത്തെ വാക്കിന്റെ അവസാനം വിസർഗം ഉണ്ടാവും നിർബന്ധമായിട്ടും. രണ്ടാമത്തെ വാക്ക് തുടങ്ങുന്നത് ആ വെച്ചിട്ടായിരിക്കും. ഈ 2 കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ എസ് പോലത്തെ ചിഹ്നം, അവഗ്രഹ ചിഹ്നം വന്നാൽ അങ്ങനെയാണ്. അപ്പൊ കന്ദർപോബി എന്ന് പറഞ്ഞാൽ കന്ദർപ്പഹ പ്ലസ് അഭി എന്നാണ്. ആ വഗ്രഹചിഹ്നം മാറ്റിയിട്ട് അവിടെ ആന്നാക്കുക. പിന്നെ തൊട്ട് മുമ്പത്തെ വാക്കിന്റെ അവസാനം വിസർഗവും ഇടുക. അതിവിടെ എക്സാമ്പിളിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതി. കാ പ്ലസ് അബി, കാബി.
അതുപോലെ സാ പ്ലസ് അബി സാബി, സാ ദീർഘടനം കേട്ടോ, മറക്കരുത്. ഇനി നയന നളിനം ഇവ, നയന നളിനം പ്ലസ് ഇവ. ബാലശശിനം ഇവ, അതും ആ മുന്നിൽ കാണിച്ചണ പോലെ തന്നെ എഴുതാം, വെച്ചിട്ട്. ബാല നളിനം ഇവ, ബാലനളിനം പ്ലസ് ഇവ. എന്ന് എഴുതുമ്പോൾ ഹലന്ത ചിഹ്നം ഇടാൻ മറക്കരുത്. ഈ വക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിസർഗം ഇടാൻ മറന്നു പോവരുത്. ഓക്കെ, വിസർഗമൊക്കെ പോയി കഴിഞ്ഞാലാണ് ഇവിടെ തെറ്റുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. വിസർഗം ഒന്നും ഇടാൻ മറക്കരുത്. കന്ദർപ്പോബി, കന്ദർപ്പഹാബി, സാബി സാ പ്ലസ് അബി, ബാലശശിനം പ്ലസ് ഇവ, ബാലശശിനം ഇവ. ഇങ്ങനെയാണ് പദച്ഛേദങ്ങൾ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് യഥോചിതം യോജയത എന്ന് പറയുന്ന സെക്ഷനാണ്. അതിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വരിക. കാവ്യഭാഗം തന്നിട്ടുണ്ടാവും, കാവ്യഭാഗം തന്നിട്ടുണ്ടാവും. അത് രണ്ടും കൂടി മാച്ച് ചെയ്യുക. എളുപ്പമാണ്. പാഠഭാഗത്ത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. ആവാസഹ, രാധ, മലയജപംഗം, കന്ദർപ്പഹ, പ്രിയസഖി, മാല എന്ന ഒരു സൈഡിലും വിഷം, യമഹ, വിപിനം, ജാല, ഹരിണി എന്നുള്ളത് ഒരു ഭാഗത്തും തന്നിട്ടുണ്ട്. അപ്പോൾ മാച്ച് ചെയ്ത ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആവാസഹ എന്ന് പറഞ്ഞാൽ വിപിനം, രാധ എന്ന് പറയുന്ന ഹരിണി, മലയജപംഗം വിഷം, കന്ദർപ്പഹ യമഹ, പ്രിയസഖി മാല ജാല എന്നുള്ളതാണ്. ആ പദ്യം നന്നായി വായിച്ചു പോയാൽ മാച്ച് ദ ഫോളോയിങ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് വരുന്നത് ശ്ലോകം പഠിത്വ പ്രസ്തുതാന അപ്രസ്തുതാനീച്ച ലിഖിത. പ്രസ്തുതങ്ങളും അപ്രസ്തുതങ്ങളും എഴുതുക എന്നാണ് പറയുന്നത്. പ്രസ്തുതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടവയും അപ്രധാനപ്പെട്ടവയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്രസ്തുതം എന്ന് പറഞ്ഞാൽ അപ്രധാനപ്പെട്ടവ. അതായത് ആവാസോ വിപിനായതേ എന്ന് പറയുന്ന പാഠഭാഗമാണ് കൊടുത്തേക്കുന്നത്. പദ്യം കൊടുത്തിട്ടുണ്ട്. പ്രിയസഖി മാലാഭിഹി ജാലായതേ, താപോബി ശ്വസിതേന ദാവദഹന ജ്വാലാ കലാപായതേ, സാബി ത്വദ് വിരഹേണ ഹന്തഹരിണീ രൂപായതേഹ കഥം, കന്ദർപ്പോബി യമായതേ വിരജയ ചാർദൂല വിക്രീഡിതം എന്നാണ് പറഞ്ഞേക്കണത്. ഇതിൽ പ്രസ്തുതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപ്രസ്തുതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറച്ചുകൂടി നന്നാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രസ്തുതങ്ങൾ എന്ന് പറയുമ്പോൾ ആവാസഹ, പ്രേസഖിമാല, താപഹ, രാധ, കന്ദർപ്പഹ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പോയത്തിൽ പറയുന്നത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്രസ്തുതങ്ങളുടെ കൂട്ടത്തിലെ വിപിനം, ജാല, ദാവദഹന ജ്വാല, ഹരിണി, യമഹ തുടങ്ങിയ വാക്കുകൾ. അപ്പോൾ ഓരോ വാക്കിന്റെ കൂടെയും വരുന്ന എക്സ്പ്ലെയിനിങ് വേർഡ്സ് ആണ് അപ്രസ്തുതങ്ങൾ എന്ന് പറയുന്നത്, വിവരിക്കുന്ന വാക്കുകൾ. ഓക്കെ, ഇപ്പോൾ ഓറഞ്ചും കറുപ്പും കലർന്ന പെൻസിൽ എന്ന് ഞാനിപ്പോൾ പറയുകയാണ്. ഇത് പെൻസിലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്രസ്തുതങ്ങളും മെയിനായിട്ടുള്ള വാക്കുകൾ പ്രസ്തുതങ്ങളുമാണ്. അപ്പം അതൊന്നും നോക്കിയിട്ട് ഒന്ന് ഓർമ്മിച്ച്, അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എപ്പോഴും പ്രധാനമായിരിക്കും അല്ലെ, മറ്റത് അപ്രധാനങ്ങളായിരിക്കും. അത് നോക്കിയിട്ട് പ്രസ്തുതങ്ങളും അപ്രസ്തുതങ്ങളും തീരുമാനിക്കുക കേട്ടോ. എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്തത് ആസ്വാദന ടീക. അതിൻ്റെ ഒരു മാതൃകയാണ്. ഒരു പദ്യം തന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പദ്യം സെലക്ട് ചെയ്തിട്ട് എഴുതാൻ പറയുമല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് അതല്ല ഈ പാഠത്തുനിന്ന് വരുന്ന എല്ലാ പോയത്തിനും ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ 2 or 3 വരി മതി ഒരു പാരഗ്രാഫിൽ. രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ പോയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ കാര്യം നിങ്ങളുടെ സംസ്കൃതത്തിൽ എഴുതാം, അത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ സരസമസൃണമഭി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രീ ജയദേവേന വിരചിതം കാവ്യം ഭവതി ഗീതാഗോവിന്ദം. ഗീതാഗോവിന്ദം ജയദേവ കവി എഴുതിയതാണ്. തസ്മാത് ഉദ്ധൃതഃ അയം ഭാഗഃ, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. ഏതത് മമ ഇഷ്ടതമഃ ശ്ലോകഃ ഭവതി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകമാണ്. അഷ്ടപദ്യം അയം ഭാഗഃ അതീവ ഹൃദ്യഃ ഭവതി, അഷ്ടപദിയിൽ ഈ ഭാഗം വളരെ ഹൃദ്യമായതാണ്. തത്ര വിഹരിണീം രാധാം വർണ്ണയതി, അവിടെ വിരഹിണിയും രാധാം വർണ്ണയതി, അവിടെ വിവരിക്കുന്നത് വിരഹിണിയായ രാധയെക്കുറിച്ചാണ്. ഈ 5 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അതിന്റെ ഇൻട്രോ കൊടുത്തു കഴിഞ്ഞു. ഈ ഇൻട്രോ തന്നെ ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന ഏത് പോയത്തിനും ഈ ഇൻട്രോ കൊടുത്താൽ മതി. മനസ്സിലായോ? രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള പോയത്തിൽ നിങ്ങൾക്ക് അറിയണ മീനിങ്. ഇവിടെ കണ്ടില്ലേ, സരസമസൃണം അഭി മലയജ പങ്കം, അതായത് ചന്ദനം തേച്ചപ്പോൾ വിഷം പോലെ തോന്നി, ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന പോലെ തോന്നി എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ അങ്ങ് മീനിങ് എഴുതാം. രാധാ വിരഹാഗ്നോ തപ്തായാഹ സ്വശരീരെ, വിരഹാഗ്നി കൊണ്ട് തപ്തങ്ങളായ ചൂടുപിടിച്ച ശരീരത്തിൽ ശീതളിമാ പ്രാപ്തും ചന്ദനലേപം കരോതി, ശീതളിമ ഉണ്ടാവാൻ, തണുപ്പുണ്ടാവാൻ ചന്ദനം പുരട്ടുന്നു. പക്ഷേ ശരീരേ സ്ഥിത ചന്ദനലേപ വിഷമയം പശ്യതി സ, ശരീരത്തിലുള്ള ചന്ദനലേപം പോലും വിഷത്തിന് തുല്യമായിട്ടാണ് രാധയ്ക്ക് തോന്നുന്നത്. കാരണം അത്രയും വിരഹ ദുഃഖത്തിലിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, വിരഹിണ്യ തസ്യ ശരീരേ കേവലം ലേപനമഭി സോഢും സ അസമർത്ഥ ബോധയതി, ആ
ആ ശരീരത്തിൽ ഈ ലേപനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേക്കുക, ആ തേക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടിലാണ് രാധ ഇരിക്കുന്നത്. അത്യന്തം ഭാവാത്മകേന വർണ്ണിത ഇതം കാവ്യം മമ മനോബി ആർദ്രതം ജനേതി. വളരെ ഭാവാത്മകമായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് എൻ്റെ മനസ്സിലും ഓളങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അത് വിഷമം തോന്നുന്നു രാധയുടെ അവസ്ഥ കണ്ടിട്ട് എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് ഏത് പോയം ചോദിച്ചാലും ഈ ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രോ കൊടുക്കുക. രണ്ടാമത്തെ പാരഗ്രാഫ് പോയത്തിനെ കുറിച്ച് നമുക്ക് അറിയുന്ന രീതിയിൽ അർത്ഥവും കൊടുക്കുക. ഓക്കെ, ഇനി 2-3 പോയം ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പോയം ഇല്ലേ, അടുത്തത് എ കോളത്തില് പോയം എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടാവും, ബി കോളത്തിൽ പോയം തന്നിട്ടുണ്ടാവും. ഒന്ന് മാച്ച് ചെയ്ത് എഴുതണം. ഇതും അതിന്റെ ഭാഗമായിട്ട് വരുന്നതാ. ഈ കോളത്തിൽ തന്നിട്ടുള്ള പോയത്തിന്റെ അർത്ഥം തന്നെ എടുത്ത് എഴുതിയാലും മതി. മനസ്സിലായോ? സൂത്രം മനസ്സിലായോ? ഈ പോയത്തിന്റെ അർത്ഥങ്ങളാണ് ഇപ്പുറത്തെ സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഈ വരിയിൽ ഏതെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഇൻട്രോ എഴുതുക, എന്നിട്ട് ഇതെടുത്തിട്ട് അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, അന്തസ്താപോ വർദ്ധതേ, താപം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരികൾ ആലോചിച്ച് വെക്കുക. ശ്വസിത പവന മനുപമ പരിണാഹം മദന ദഹനമിവ വഹതി സദേഹം. ഇവിടെ കാമാഗ്നി രേവ പ്രതീയതേ, കാമാഗ്നിയാണ്, ചൂടിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള പോയമാണ് ഇത്. രാധ അശ്രുപൂർണാം അപ്പൊ രാധ കരയുന്ന കാര്യമാണ്. നയനം കൃഷ്ണദർശന കാംക്ഷയ സർവാസു ദിക്ഷു പ്രസരതി, എല്ലാ ദിശകളിലേക്കും നോക്കി. അപ്പൊ ദിശി ദിക്ഷു എന്ന് പറഞ്ഞാൽ ദിശ എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാ ഡയറക്ഷനിലേക്കും നോക്കുന്നു എന്ന് പറയുന്ന പോയമാണ് ദിശി കിരതി എന്നുള്ളത്. ഓക്കെ, രാധ പല്ലവൈഹി രചിതം. പല്ലവം എന്ന് പറഞ്ഞ തളിരിലകള്. അപ്പൊ കിസലയ തൽപ്പം, അത് ആലോചിച്ചാൽ മതി. കിസലയം എന്ന് പറഞ്ഞാൽ തളിര് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ മാച്ച് ചെയ്തതൊന്ന് ഓർമ്മിച്ച് വെക്കാം. താപം വരുമ്പോ ശ്വസിത പവനം, അശ്രുപൂർണം എന്ന് പറയുമ്പോൾ ദിശി, അല്ലെങ്കിൽ ദിക്ഷു എന്ന് പറയുമ്പോൾ ദിശി, പല്ലവൈ രചിതം എന്ന് പറയുമ്പോൾ കിസലയ തൽപ്പം. അപ്പൊ അങ്ങനെയുള്ള പോയത്തിനോട് മാച്ച് ചെയ്ത് പോവാം. ഓക്കെ, അതുപോലെ ഈ പോയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആ പാഠത്തിലെ പോയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഇപ്പുറത്ത് ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ടാവും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നന്നായി വായിച്ചു നോക്കി, നിങ്ങൾക്ക് ഉത്തരങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും. ഒന്ന് സമാധാനമായിട്ട് വായിച്ചു നോക്കിയാൽ മതി, ഒരു ടെൻഷനും അടിക്കണ്ട. നമുക്കൊരു 80, 85, 90, 100 മാർക്ക് വരെ വാങ്ങിക്കാം. കുറേ കുട്ടികൾക്ക് കിട്ടാറുണ്ട് 100ഒക്കെ, എളുപ്പമായിട്ട് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാട്ടാ. അപ്പൊ ഇതാണ് അടുത്ത ചോദ്യം. ഇനി അടുത്ത സെക്ഷൻ എന്താണ്? ശ്ലോകം പഠിത്തു ആശയം ലിഖത. ശ്ലോകം പഠിച്ചിട്ട് ആശയം എഴുതുക. ഇത് നോക്കൂ, സ്തന വിനിഹിതമഭി ഹാരമുദാരം സാമനുദേ കൃഷതനുരിവ ഭാരം. വളരെയധികം ഭാരം തോന്നുന്നു, ശരീരത്തിന് മാല പോലും എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻട്രോ കൊടുത്തതിന് ശേഷം ജയദേവേന വിരചിതം കാവ്യം ഭവതി ഗീതാ ഗോവിന്ദം തസ്മാദുദ്ധൃത ഹയം ഭാഗഃ തവ വിരഹിണീം രാധാം വർണ്ണയതി രാധിക സഖീഭിഹി ധാരിതാ മാലാ അഭി വിരഹ തീവ്രതയാ ഭാരയുക്ത ഇത് സങ്കല്പേതി. അത്രയും എഴുതിയാൽ മതി. ഒറ്റ പാരഗ്രാഫ് എഴുതിയാലും മതി, മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നേരത്തെ പറഞ്ഞ പോയം ദിശി കിരതി സജല കണജാലം നയന നളിനമിവ വികളിത നാളം. അത് ആശയം ശ്രീ ജയദേവന. അതേ പോയം തന്നെ, അതേ അർത്ഥം തന്നെ, അവസാനത്തെ മാത്രം അശ്രുപൂർണ പരിക്ലാന്തം ച നയനം കൃഷ്ണദർശനകാംക്ഷയ സർവാസു ദിക്ഷു പ്രസരതി, എല്ലാ സ്ഥലങ്ങളിലേക്കും നോക്കുന്നു എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ രണ്ട് വരിയിൽ എഴുതിയാലും മതി, 2 പാരഗ്രാഫായിട്ടായാലും എഴുതിയാലും മതി. ഒരു പോയേ ചോക്കുള്ളൂ എന്തായാലും. അപ്പൊ ഞാനിവിടെ 3-4 പോയത്തിന്റെ തന്നു, ബാക്കി ഞാൻ എ സൈഡും ബി സൈഡും ആയിട്ട് കോളം വൈസും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തത് സരസമസൃണം അഭിമലയജ പങ്കം. ഇനി ഇതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെയും ചോദിക്കൂട്ടോ, ചിലപ്പോൾ ഒരു പോയം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ തരികയാണ് നമ്മുടെ അടുത്ത്. സരസമസൃണമഭി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷിച്ച ശങ്കം. മലയജ പങ്കം കീദൃശമിവ പശ്യതി, മലയജ പങ്കം വിഷമിവ പശ്യതി. അല്ലേ? ചന്ദനമിത്യർത്ഥേ പ്രയുക്തം പദം, ചന്ദനമിത്യർത്ഥേ പ്രയുക്തം പദം മലയജ പങ്കം. ഗീതസ്യ ആശയം, ഈ പോയത്തിന്റെ ആശയം എഴുതുക. അപ്പൊ ഇതന്നെ എഴുതുക. ജയദേവന വിരചിതം കാവ്യം, അതിൽ നിന്ന് എടുത്തിട്ടുള്ള പോയമാണ്. അവിടെ വിരഹിണിയായ രാധയാണ് പറയുന്നത്. ശരീരത്തിന്റെ താപം കുറയ്ക്കാൻ വേണ്ടി മലയജ പങ്കം പുരട്ടി, പക്ഷെ അവരുടെ വിരഹ ദുഃഖം കൊണ്ട് അവർക്കത് വിഷം പോലെ തോന്നി. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇവിടെ എഴുതിയേക്കണതിൻ്റെ മലയാളമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ഭാഷയിൽ അങ്ങ് എഴുതുക വേണ്ടു. എളുപ്പല്ലേ? നല്ല എളുപ്പമാന്നേ, ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ആകെ ഇത്രയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണിത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിനനുസരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ.
ഓക്കെ. അപ്പോൾ ലെസൻ്റെ പാഠം കേട്ടിട്ട് വേണം ഇത് കേൾക്കാൻ, അപ്പോഴും മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ പാഠമൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം ഒരുപാട് ലെങ്തി ആയാലേ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണും, അപ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി പുസ്തകങ്ങൾ എടുത്തു വെച്ച് എഴുതി ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടി, നല്ല മക്കളായിട്ട് മാർക്ക് വാങ്ങിച്ച് പാസ്സായിട്ട് സംസ്കൃതത്തെ ഇഷ്ടപ്പെട്ട് നല്ല കുട്ടികളായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കറിയാം സംസ്കൃതം എടുക്കുന്ന കുട്ടികളൊക്കെ നല്ല മക്കളായിരിക്കും, അല്ലാത്തവരും നല്ലത് തന്നെയാണ്. എന്നാലും ഇതിൽ കുറേ വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആശയമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കില്ലേ, നല്ല മാർക്ക് വാങ്ങിക്കില്ലേ? ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം കേട്ടോ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക, പേടിക്കേ വേണ്ട. അടുത്തടുത്ത് തന്നെ 2-3 പാഠത്തിൻ്റെ കൂടി ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം ക്വസ്റ്റ്യനെയർ കേട്ടോ. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. ആ പാഠം കേട്ടിട്ട് ഇത് പഠിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എഴുതുക, ഒന്നും പേടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.